ഇപ്പോൾ എല്ലാം പുള്ളി പോയേനെ. അപ്പോൾ ഇതാ കേസ് നമുക്ക് ഇന്നും വെറുതെ ഇരുന്ന സമയം കളയാനുള്ള ഒരു സൗകര്യം ഇല്ല കേട്ടോ. ഒരു ഉച്ചയാകുന്ന വരെ നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടോ. എന്നാലും ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കേട്ടോ. കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കുറേ പരിപാടി ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആദ്യം വിട്ടത്. എന്നിട്ട് പ്രിന്റ് എടുത്ത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ഡീസലിനെ അങ്ങ് അഴിച്ചങ്ങ് വിട്ടു. പിന്നെ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഇളക്കം തീരെ ചില്ലറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കണ്ടില്ലേ, അവിടെ ചെള്ളയൊന്നും ഇല്ലാത്ത എന്ത് ഭാഗ്യമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുളത്തിൻ്റെ അങ്ങോട്ട് പോയി അവനും വന്ന് പുറകെ. ആശാൻ എന്നാ പറ്റിയെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തോ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. പുള്ളി അതൊക്കെ നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ശബ്ദങ്ങൾ നിരീക്ഷിച്ച് നിന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ കുളത്തിൽ വന്നൊരു മീൻ പറഞ്ഞേ നേരെ പോയി കുളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞു. രാത്രി ആയപ്പോഴത്തേക്കും സൂര്യൻ നിന്ന് വിറക് കയറുന്നു. നമ്മളാണെങ്കിൽ ഡീസലിൻ്റെ അടുത്ത് പോയിട്ട് എന്തോ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ് ചിക്കൻ എടുക്കാനായിട്ട് പോയി. അതാണോ എടുക്കാൻ പോയെന്ന് ഇവനൊരു സംശയമുണ്ട്. അതാണ് എന്നെ എത്തിവരിഞ്ഞ് നോക്കിയത്. പിന്നെ ഞാനാണ് ചിക്കൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഇങ്ങനെ കൊതിയും വിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അടുപ്പ് കത്തിക്കാനാണെങ്കിൽ ലൈറ്ററും ഇല്ല, തീപ്പെട്ടിയില്ല. പിന്നെ ഞാൻ അപ്പുറം കത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നിന്ന് പേപ്പർ കഷ്ണം പോയി കത്തിച്ചിട്ട് ഓടി വരും. എന്തോ പുള്ളി പോയെന്നാ ഓർത്ത്. പിന്നെ നേരെ തീയെടുത്ത് അടുപ്പിലും കൊടുത്ത് ആ പരിപാടിയും കഴിഞ്ഞു. ഡീസലിനാണെങ്കിൽ മുമ്പേ ഞാൻ ചിക്കൻ കൊടുക്കാത്തതുകൊണ്ട് അവൻ ചിക്കൻ ഇരിക്കുന്നിടം പോയി തപ്പിയിട്ട് വരുമായിരുന്നു. അതിനുശേഷം ഡീസലിനെ എങ്ങനെ ഇന്ന് കാവൽക്കാരനാക്കണോ അതോ ഇനി പിടിച്ച് കൂട്ടിലോട്ട് കയറ്റണോ എന്നുള്ള ഒരു സംശയത്തിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ.